ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ടൈറ്റിലും തമ്പനയിലും കണ്ട പോലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈമിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗോട്ട് ഡയറക്റ്റഡ് ബൈ വെങ്കട് പ്രഭു അണ്ണൻ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ കട്ട തളപതി ഫാനാണെന്ന്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ആവറേജ് പടം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ പ്രതീക്ഷിച്ച ഒരു കിട്ടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോഴും വെങ്കട് പ്രഭുവിന്റെ ഒക്കെ ഓരോ പ്രസ് മീറ്റിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളി പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സിനിമ കണ്ട് നമുക്ക് ഈ സാധാരണ തളപതി പടം സിനിമ കണ്ട് ഇറങ്ങുമ്പോഴുള്ള ഒരു ഫീൽ കിട്ടുമല്ലോ. അതായത് ഒരു വല്ലാത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സന്തോഷമുള്ള ഒരു സംഭവം കിട്ടുന്നത്. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയില്ല. എനിക്ക് അങ്ങനെ ഇതിന്റെ സ്റ്റോറി ഒന്നും എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവം ഇന്ന് കിട്ടിയില്ല. നമുക്ക് തളപതി ഫാൻസിനുള്ള മറ്റേ റെഫറൻസസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നീട് മാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. മറ്റേ ട്രെയിൻ സീക്വൻസിന്റെ സമയത്തൊക്കെ ഉള്ള ഒരു ഇൻട്രോ ഉണ്ട് കേട്ടോ. അത് ആ സംഭവമൊക്കെ കുറച്ച് ചെറിയ ചെറിയ മാസുകളൊക്കെ ഉള്ളൂ. നമുക്ക് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ പറഞ്ഞ സംഭവങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. മ്യൂസിക് എനിക്ക് യുവൻ ശങ്കർ രാജയ്ക്ക് എന്ത് പറ്റി തന്നിട്ടാ ഇപ്പൊ വന്ന് ഒരു സുഖമില്ലാത്ത ട്യൂണുകൾ. എനിക്ക് ആകെപ്പാട് ഇഷ്ടപ്പെട്ട മറ്റേ രാജാമട്ട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, മട്ട് രാജാമട്ട, ആ പാട്ട് കൊള്ളാം. പിന്നെ മറ്റേ ചിന്ന ചിന്ന കണ്ണുകൾ, ആ പാട്ട് എനിക്ക് ഈ രണ്ട് പാട്ട് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ പാട്ടിൽ തന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തത് സിനിമയിൽ കാണുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ എനിക്കോട് കുറെ കംപ്ലൈന്റ് വന്നോണ്ടാണെന്ന് തോന്നുന്നു. ഈ പാട്ടുണ്ടല്ലോ, അയ്യോ അതെ, അതായത് മറ്റേ വിസിൽ പോഡ്, അതിലൊക്കെ കുറെ മാറ്റങ്ങൾ, ട്യൂണിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നീട് DAGിങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. മറ്റേ സ്പാർക്ക് ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വിജയുടെ ഫേസ് ചില്ലായിരുന്നു. മറ്റേ ജോലൈനൊക്കെ ഡിഫൈൻഡ് സംഭവമൊക്കെ ആയിരുന്നു. കുറച്ചുകൂടി ചെറിയ ഫേസ് പോലെയാണ് മറ്റേ സ്പാർക്കിന്റെ പാടറൊക്കെ വന്നത്. ഇപ്പൊ എനിക്കോട് അവര് അതിനെ വീണ്ടും ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് വിജയന്റെ ഫേസ് അതേ കണക്ക് ഉണ്ടായിരിക്കുന്നത്. ചെറിയ ചെറിയ DAGക്ക് മാത്രമേ DAGഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ തുടക്കം തന്നെ ഒരു സുഖമില്ല. ഒരു AI വെച്ചിട്ടുള്ള ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ബോറായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. ഇത് VFX ലോല VFX ആണ് ചെയ്തത്. എനിക്ക് ഇത് ലോല VFX എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ലോല VFX ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം മാർവലൊക്കെ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും പിന്നീട് നമുക്ക് ഇതിന് പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ അഫ്കോഴ്സ് ഈ മൂവി ഇതിന് പോണത് തളപതി ഉള്ളതുകൊണ്ടാണ്, വിജയണ്ണ ഉള്ളതുകൊണ്ടാണ്. അത് നമുക്ക് ആ പഴയ ഹിന്ദി ആ ടൈമിലൊക്കെ ഒരു വിജയില്ല, അതായത് ഒരു ഫണ്ണി ക്യൂട്ട് ടൈപ്പ് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആദ്യത്തെ കുറച്ച് സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാം. നമ്മുടെ VFX വൈസ് അല്ല, സ്റ്റോറി വൈസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇന്റർവെല്ലിന് ശേഷമാണ്. കുറച്ച് ഇൻട്രസ്റ്റ് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നത് ഇന്റർവെല്ലിന് ശേഷമാണ്. പിന്നീട് ഇതില് മേക്കപ്പ് അത്ര ഇതല്ല. കാരണം നമുക്കിത് പറയാൻ പറ്റും, മറ്റേ ഫേസിന്റെ 3D ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് വിജയ് ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ല. അതൊക്കെ കണ്ടപ്പോ ഭയങ്കര എക്സ്പെക്ട് ചെയ്താണ് ഈ സിനിമ ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നുവെച്ചാൽ ക്ലോസപ്പ് ഷോട്ട് വരുമ്പോ, ഇപ്പൊ ലോങ് ഷോട്ട് കുഴപ്പമില്ല, ഈ ക്ലോസപ്പ് ഷോട്ട് രണ്ട് വിജയുടെ ഇത് വരുമ്പോഴും ആ താടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒട്ടിച്ചു വെച്ചേക്കുന്നത് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഫേക്ക് താടിയും മീശ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ വിജയുടെ ഉണ്ടല്ല, വലിയ വിജയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങോട്ട് വരുന്നില്ല. അത് ഒരു സംസാരിക്കുമ്പോഴാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്തു. പിന്നീട് വയസ്സായി വിജയ് ക്യാരക്ടറിനെ കാട്ടി കുറെ കൂടെ സ്കോർ ചെയ്യുന്നത് ഈ DAGഡ് ആയിട്ടുള്ള ചെയ്യണം. പക്ഷെ എനിക്ക് ആ DAGഡ് ആയിട്ടുള്ള വിജയ്ക്ക് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇവര് ആ താടി മീശയും ക്ലീൻ ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ക്ലീൻ ഷേവ് അല്ല, അതിനെ പറ്റിയ ചെറിയ മീശയും താടിയൊക്കെ ഉള്ള സംഭവമല്ലേ കണ്ടത്. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു പടം കാണിക്കേണ്ട. ഈ പണ്ട് ടാറ്റ ഡോക്കോമയുടെ ഒരു പടത്തില് പടമൊന്ന് പരസ്യത്തിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വിജയുണ്ട്, നല്ല രസമാണ്. എന്ന് വെച്ചാൽ മുടിയൊക്കെ ഏകദേശം ഇതൊക്കെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ആ പടം ഞാൻ കാണിച്ചത് ആ ഒരു ലുക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇതായിരുന്നേനെ. അതായത് ഈ ലുക്ക് ഇത് കുറച്ച് മാറ്റി പിടിക്കായിരുന്നു.
പക്ഷെ മറ്റേ ആ വയസ്സായ വിജയ് ക്യാരക്ടറിനെ കാട്ടി സ്കോർ ചെയ്യുന്നത് ഈ DH ആയിട്ടുള്ളതാണ്. പിന്നെ ഇതില് ചെറിയ മറ്റേ മിഷൻ ഇമ്പോസിബിൾ, പിന്നെ ജെമിനി മാൻ, അതിന്റെയൊക്കെ ചെറിയ ചെറിയ ഒരു ഇതുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ആ സ്റ്റോറി, ഇത് നമുക്ക് ഈ മങ്കാത്ത മാനാട് ആ ഒരു ലെവൽ, വെങ്കട് പ്രഭുവിന്റെ പടം എടുത്ത് ആ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്ത് ആണ് പോണത്. പക്ഷെ ഇത് ആ വെങ്കട് പ്രഭു ഇങ്ങനെ പടം എടുത്തല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കണ്ടിറങ്ങുമ്പോ ഒരു തളപതി പടം കണ്ട ഒരു ഫീൽ ഇല്ല. ഫാൻസിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ മറ്റേ റെഫറൻസസ് നമ്മൾ സ്ഥിരം തളപതി വിജയന്റെ സിനിമയിൽ കാണുന്ന കുറെ റെഫറൻസസ് ഒക്കെ ഇതിലുണ്ട്. എന്നാലും ഡാൻസ്, മറ്റേ രാജാവട്ട പാട്ടിൽ ഡാൻസ് ഒക്കെ വലിയ അത് കൊള്ളാം. അപ്പോൾ ഞാൻ സ്പാർക്ക് പാട്ട് അത്ര പോലെ, സ്പാർക്ക് പാട്ടിന്റെ ഹിന്ദി ഞാൻ കേട്ടായിരുന്നു, അത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ പാട്ടിന് മാറ്റങ്ങൾ, BGM ചില അവിടെ ഇവിടെയൊക്കെ ഉള്ള ചെറിയ BGMs കൊള്ളാം. പക്ഷേ ആ സിനിമ നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോ എന്തോന്ന് വിചാരിച്ചു, ആ പാരച്ചൂട്ടി എന്ന് പറഞ്ഞ സീനൊക്കെ ആണെങ്കിൽ, പിന്നെ ആ പിന്നെ കയറിൽ ചാടുന്നൊക്കെ സീനൊക്കെ ഉണ്ടല്ലോ, അതില് കണ്ടപ്പോ ചെറിയ ചെറിയ ഷോട്ടുകളിൽ കണ്ടത്. പിന്നെ ആ DIG ഒക്കെ കണ്ടപ്പോ എന്താ നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു. വാ അടിപൊളി സ്പൈ ടൈപ്പ് പടമായിരിക്കും എന്ന് വിചാരിച്ചു. ഇതില് ഏറ്റവും ബോറായിരുന്ന ഒരു സംഭവം 18 വയസ്സിലെ ഒരു വിജയെ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ ട്രെയിലർ നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടവർക്ക് അറിയായിരിക്കും. 18 വയസ്സ് കാറ്റഗറിയിലെ വിജയണ്ണനെ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു അതും AI വെച്ചിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, പഴയ വിജയൻ. അത് ബോറായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ സീനിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അത് ഇതല്ല, അത്യാവശ്യം നല്ല ബോറായിരുന്നു. പിന്നീട് കോമഡി കുറെയൊക്കെ വർക്ക് ആയിട്ടുണ്ട്. കുറച്ച് ആദ്യത്തെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പോർഷൻസ് ചെറിയ ചെറിയ കുറച്ച് കോമഡീസ് ഉണ്ട്. പിന്നെ ക്യാമിയോസ് കൊള്ളാം, വർക്കായിട്ടുണ്ട് ക്യാമിയോസ് ഒക്കെ. പിന്നീട് ക്ലൈമാക്സില് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ കൊണ്ട്, പക്ഷെ അത് ഇനി സെക്കൻഡ് പാർട്ടിന്റെ തീരുമാനം, സെക്കൻഡ് പാർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. കാരണം വിജയ് ഇപ്പൊ പൊളിറ്റിക്കൽ എൻട്രി ചെയ്തേക്കില്ല, അതായത് 2026 CM-ന്റെ സംഭവത്തിന് വേണ്ടി നിൽക്കുകയില്ല. അപ്പൊ ഇനി സിനിമയിൽ തുടരുമോ ഇല്ലയൊന്ന് അറിഞ്ഞൂടാ. ഈ 2026 ശേഷം എന്തായാലും അറിയാൻ പറ്റും. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അടുത്തിനി 69, അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പൊളിറ്റിക്സിലോട്ടായിരിക്കും. അതിനുശേഷം ഇനി വരുമെന്ന് അറിഞ്ഞൂടാ. തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ 69 ഇനി എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞൂടാ. അത് മറ്റേ തുനിമൊക്കെ ചെയ്ത് ഡയറക്ടറെ കണ്ടോട് ചെയ്യുന്നത്. ആസ് എ തളപതി ഫാൻ കുറച്ച് വിഷമമുണ്ട്. അത്രയൊക്കെ നെഗറ്റീവ് റിവ്യൂ വന്നാലും ബോക്സ് ഓഫീസിൽ തളപതി തൂക്കും. ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ 126 കോടിയായി. അത് ബ്രാൻഡ് തളപതി, പിന്നെ അല്ല. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണ്ട. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. TK സൈനിങ് ഔട്ട്. മറ്റൊരു കാണാം. ബൈ.